ആൽക്കഫ്റ്റി കോർണിഷിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അടിപൊളി ബീച്ചാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. നല്ല വെള്ളത്തിൻ്റെ കളർ നോക്കിയില്ലേ, നല്ല അടിപൊളി വെള്ളവും ഈ മണ്ണൊക്കെ നോക്കിക്കേ, വ്യത്യസ്തമായിട്ടുള്ളൊരു മണ്ണ് അല്ലേ. നമ്മൾ കണ്ടത് ഈ സൗദിയിൽ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി ഒരു ബീച്ചാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആൾക്കാരൊക്കെ അങ്ങ് ഇറങ്ങി നിന്ന് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിപൊളി ബീച്ചാണ് അല്ലേ. നല്ല ക്ലൈമറ്റ്, തണുത്ത് ചെറിയ കാറ്റ്. കോർണിഷാണിത്. പ്ലേയിങ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ നടക്കാനുള്ള സൗകര്യങ്ങൾ. താഴെ ബീച്ച് നമുക്ക് കാണാം. ബീച്ചാണ് ഫുൾ അങ്ങ് വരെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ട ആൾക്കാരൊക്കെ ഫുള്ള് ബീച്ചിലിറങ്ങി എൻജോയ് ചെയ്യാണ്. ഈ സംഭവമൊക്കെ കിട്ടുന്നുണ്ട്. ഈ ടെൻ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടല്ലേ. ആ ഒരു തിരമാലയുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നോക്കി, അയ്യടാ അടിപൊളി. ഭയങ്കര വെളുത്ത മണ്ണല്ലേ. ആ, മണ്ണിനൊരു വ്യത്യാസമുണ്ട്. കഫ്ജിയിലെ ഒരു ബീച്ചിൽ വന്നിരിക്കുകയാണ്. നോക്കിക്കേ, എന്നാ കിടിലം ബീച്ചാന്ന് നോക്കിക്കല്ലേ. ഭയങ്കര രസമുള്ള ബീച്ച്. ഇത്രയും നല്ല ബീച്ച് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. ഭയങ്കര അടിപൊളി ബീച്ച്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു ബീച്ചാണെന്ന്. പിന്നെ കളറാന്ന് നോക്കിക്കല്ലേ ബീച്ചിൻ്റെ. ഞാൻ ഇപ്പോൾ ചേട്ടനോട് പറഞ്ഞേ ഉള്ളൂ, ഒരു ശംഖ് കിട്ടിയില്ലല്ലോ. എന്തേ ശംഖ് കിട്ടിയിരിക്കുകയാണ്. ആൽക്കഫ്റ്റി കോർണിഷിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അടിപൊളി ബീച്ചാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. നല്ല വെള്ളത്തിന്റെ കളർ നോക്കിയില്ലേ, നല്ല അടിപൊളി വെള്ളവും ഈ മണ്ണൊക്കെ നോക്കിക്കേ, വ്യത്യസ്തമായിട്ടുള്ളൊരു മണ്ണ് അല്ലേ. നമ്മൾ കണ്ടത് ഈ സൗദിയിൽ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്നാൽ മാത്രം മതി അല്ലേ. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഞങ്ങൾ റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ കോർണിഷ് ഉണ്ടെന്ന് നമ്മുടെ റൂമിലുള്ള ആൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. സൂപ്പറായിട്ടുണ്ട്. ഇവിടെ ശ്രീഹാനും ശ്രീകാർത്തിയും കൂടെ മത്സരിച്ച് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ കുഴി വലുതാകും. ഇവിടുത്തെ കുറേ കുട്ടികൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. ഹായ്, എന്തൊക്കെ സാധനങ്ങളാണ് നോക്കി ഇതിനകത്ത്. പിള്ളേർ കളിക്കുന്ന ഐറ്റംസ് ഒക്കെ നോക്കി. മണ്ണൊക്കെ കോരിയെടുത്ത് കളയാണ്. വേറൊരു വെട്ടമായിരിക്കും. അടിപൊളി ഒരു വൈബ്. നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ കഴിയുമ്പോഴാണ് ഈ ഒരു സൺസെറ്റ് വ്യൂ എല്ലാം കൂടെ വന്നേക്കുന്നത്.
വേണ്ട. വേറൊരു കളറും ഒക്കെ. വെള്ളത്തിന്റെ കളറൊക്കെ സൗദി കുവൈറ്റ് ബോർഡറിൽ വന്നിട്ട് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ബീച്ചാണിത്. അടിപൊളി ബീച്ചായിരുന്നു. ഞങ്ങൾ ഇത്രയും നാൾ നമ്മൾ അൽക്കോബാറിലൊക്കെ പോയെങ്കിലും ദമാമിലൊക്കെ പോയെങ്കിലും നമുക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ അടിച്ച് പൊളിച്ചെന്ന് പറയാം. അത്രയ്ക്കും നല്ല കിടിലൻ ബീച്ചായിരുന്നു. നല്ല നല്ല കാഴ്ചകളും ആ കടലിൻ്റെ ഭംഗിയാണ് എടുത്തു പറയേണ്ടത് അല്ലേ. അതേപോലെ തന്നെ ആ ഒരു ഇപ്പോഴും നോക്കിക്കേ, ഇപ്പോഴും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും എന്ത് ക്ലിയറായിട്ട് ആ കടൽ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ. സാധാരണ നമ്മൾ രാത്രിയിലായി കഴിഞ്ഞാൽ കടലിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റില്ല. ഇതിപ്പോഴും ആ കടലിൻ്റെ നീല കളർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. എന്തായാലും ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. നമ്മുടെ GCC ട്രാവലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, ഈ ഒരു കാഴ്ചകളും കാണാൻ പറ്റി അല്ലേ. സൗദിയിൽ നമ്മൾ ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. എന്തായാലും ഭയങ്കര ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പോലും നമ്മൾ ഇന്നാണ് അറിയുന്നത്. ഈ ബോർഡറിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ കാഴ്ച ശരിക്കും ഈ സ്ഥലം അടിപൊളിയാണ്. എല്ലാം കൊണ്ട് ഒരു ചെറിയൊരു റിയാദ് പോലെ ഉണ്ട് കാണാൻ അല്ലേ. റിയാദ് അൽഖർജ് പോലെ. സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഈ ബീച്ചൊക്കെയാണ്. ഈ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കേ ജിമ്മൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കുട്ടികൾക്ക് കുറേ പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഇതുണ്ട് ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുണ്ട് ആ കടലിൽ കൂടെ നടക്കുന്ന നോക്കി ആൾക്കാർ ലൈറ്റൊക്കെ അടിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ അവിടെയൊക്കെ ഉണ്ട്. അവിടെ മീൻ പിടിക്കാൻ അത് ശരി കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് ആൾക്കാർ ഇരുന്ന് ഫോട്ടോസൊക്കെ ഉണ്ട്. ആ സംഭവം ടെൻ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ലൈറ്റൊക്കെ വെച്ച് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ട് അടിപൊളിയല്ലേ. അതൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ എല്ലാം വെച്ചിട്ട് സെറ്റപ്പ് ചെയ്തേക്കാണ്. ഇത്രയും നല്ലൊരു ബീച്ച് ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് വേണം പറയാം അല്ലേ. നമ്മൾ ദമാമിൽ ഒന്നും ഇത്രയും നല്ല, നമ്മൾ ഉംലൂജിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ യാമ്പൂലൊക്കെ പോയി, പക്ഷെ ഇത്രയും നല്ലൊരു ബീച്ച് അല്ലേ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു ബീച്ച്. ഇതിന്റെ കാഴ്ചകളും മക്കളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞങ്ങളും എൻജോയ് ചെയ്തു. നല്ല കാഴ്ചകളായിരുന്നു ഈ ബീച്ചിൽ. 7 മണിയായിട്ടുണ്ട്. എന്നിട്ട് നല്ല വെട്ടമാണ്. പുല്ല് കുറേ കല്ലുകളൊക്കെ അടുക്കി വെച്ച് അങ്ങനെ കടലിലേക്ക് അങ്ങ് ഇറങ്ങാണ്. ശരിക്കും ഈ സംഭവം ഭയങ്കര ഇങ്ങനൊരു വ്യൂ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ജിദ്ദയിൽ പോയിട്ടുണ്ടെങ്കിലും അല്ലേ നമുക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയത്ത് പോലും ഇല്ലായിരുന്നു. നമ്മളിപ്പം ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്. ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകണമെന്നൊക്കെ ഓർത്തു. അപ്പൊ രാത്രി അവിടെ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ചു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയത്. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നമ്മൾ ദമാമിൽ പോയി ബീച്ചിലൊക്കെ പോയി ഒന്ന് ഇപ്പം അവധി ആഘോഷിക്കാന്നൊക്കെ കരുതിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ ബീച്ച് കിട്ടി. നിങ്ങൾ ഇവിടെ നിന്ന് ആഘോഷിക്കുമെന്ന് നമ്മളോട് പറഞ്ഞ പോലെ ഇത് ഫുൾ കാലി വേണം. നല്ല സമാധാനം, നല്ല എൻജോയ്, നല്ല വെള്ളം, ഭയങ്കര സോഫ്റ്റും നല്ല മണ്ണും, നല്ല ക്ലീനാണ്. അഴുക്കായിരുന്നു ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്തു. നമ്മളിപ്പോ 3 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ 4 മണിക്ക് വന്നതാ. 7:30 അടുത്തായി. 3.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. നമ്മൾ ഇവിടെ ആയിരുന്നു 3.5 മണിക്കൂറായിട്ട്. ചെറിയൊരു തണുപ്പും ചെറിയൊരു കാറ്റും ആ കടലിന്റെ ആ സൗണ്ടും എല്ലാം നല്ല ലൈറ്റൊക്കെ വന്നപ്പോഴത്തേക്ക് വേറൊരു ഭംഗിയായി. അടിപൊളിയായിട്ട് കാഴ്ചകളും സിറ്റി വ്യൂ ഒക്കെ കാണുക അല്ലേ. വ്യൂ ഒക്കെ കാണുക, കോർണിഷ് ഒക്കെ വന്ന് കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു പോവുക. നല്ല രസമുണ്ട്. ചെറിയ ചെറിയ തിരമാലകൾ വലിയ കട്ടിയുള്ള തിരമാലകളില്ല. എന്തായാലും അടിപൊളിയാട്ടോ. അതെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അല്ലേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.